മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്ക് നല്ലൊരു പുട്ട് പുഴുങ്ങാം. എന്തെങ്കിണ്ടാന്ന് അറിയണ്ടേ? ഉണ്ടോ? ബീട്രൂട്ട് ആദ്യം അരച്ചെടുക്കുക. തൊലിയൊക്കെ ചെത്തി കളഞ്ഞിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക, ആ പച്ചച്ചവയൊന്ന് വിടാൻ. എന്നിട്ട് നമുക്ക് പുട്ടിൻ്റെ പൊടി ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇട്ട് തേങ്ങായി ആവശ്യത്തിന് എടുക്കാം. നമുക്ക് പുട്ട് പുഴുങ്ങാം. ബീട്രൂട്ട് ഉണ്ട് പുട്ടുണ്ടാക്കും. ബീട്രൂട്ട് തന്നെയല്ല കേട്ടോ, അരിപ്പൊടിയുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ബീട്രൂട്ട് അരച്ച് വഴറ്റിയെടുത്തിട്ട് അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് പുട്ട് പുഴുങ്ങും. നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ. ഇതാ ബീട്രൂട്ട് കൊണ്ട് പുട്ട് പുഴുങ്ങിയത്. അവിടെ ഭയങ്കര വെളിച്ചം, സൂര്യപ്രകാശം കൊണ്ട് കമൻറ്റിലൊക്കെ കണ്ടോ? ബീട്രൂട്ട് കൊണ്ട് പുട്ട് പുഴുങ്ങിയത് കണ്ടോ? അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ബീട്രൂട്ട് കൊണ്ട് പുട്ട് പുഴുങ്ങി. നമുക്കൊന്ന് പുട്ടൊന്ന് മുറിച്ച് നോക്കാം. കണ്ടോ? കണ്ടോ? ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്നും കൂടെ പറയാം. ആദ്യം ബീട്രൂട്ട് വലിയ കളഞ്ഞ് അരച്ചെടുത്തിട്ട് ഇച്ചിരി നെയ്യും കൂടെ ഒഴിച്ച് ഒന്നടുപ്പിലിട്ട് വഴറ്റിയെടുക്കുക. കണ്ടോ? ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് അതിനകത്തേക്ക് പുട്ടും പൊടി ഇളക്കുക. എന്നിട്ട് തേങ്ങയാണ് ഈ മുകളിലത്തെ വെളുത്തിരിക്കുന്നത്. കണ്ടോ? എന്നിട്ട് പുട്ട് പുഴുങ്ങിയത്. നമുക്കപ്പോൾ അതിനൊരു കറി വേണ്ടേ? ചെറുപയർ കറി വെച്ചത് കണ്ടോ? മീൻ കറി. ആവോലി മീൻ കറി വെച്ചത്. നമുക്കൊന്ന് കഴിച്ചു നോക്കിയാലോ, എങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ? അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ക്യാരറ്റും കൊണ്ട് ബീട്രൂട്ടും കൊണ്ട് പുട്ട് പുഴുങ്ങിയത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. പയർ കറി ഒഴിച്ച് കഴിച്ചു നോക്കാം. ആരെങ്കിലും കഴിക്കാൻ കൂടുന്നുണ്ടോ? നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ പുട്ട്. ബീട്രൂട്ട് നല്ല വലുത് കണ്ടോ? അത് അരച്ച പാടാന്ന് ഒഴിച്ചിളക്കിയാൽ അതിനൊരു പച്ചച്ചവ ഉണ്ടാകും. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി നെയ്യ് ഒഴിച്ചത് ഇത് വഴറ്റിയെടുക്കാം. ഒന്ന് ചെറുങ്ങനെ വെള്ളം പറ്റിയിട്ട് അതെടുത്തിട്ട് പുട്ടിനകത്തേക്ക് ഇട്ട് കുഴച്ചെടുക്കാം. അപ്പോൾ അതിനൊരു കറിയും വേണ്ടേ? ഞാൻ ചെറുപയർ കറി വെച്ചു. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ബീട്രൂട്ട് ഇത് വേണേൽ അരിഞ്ഞ് ഇടാൻ കേട്ടോ, അരിഞ്ഞിട്ട് വഴറ്റിയെടുക്കാം. പക്ഷേ ഒന്ന് വഴറ്റണം, അല്ലെങ്കിൽ ഒരു പച്ചച്ചവയുണ്ടാവും. ഇതാ ഇങ്ങനെ ഒന്ന് വഴറ്റിയിട്ടൊന്ന് കഴിച്ചു നോക്കിക്കേ, എന്ത് രുചിയാണെന്നറിയാമോ? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രുചി. ചെറുപയർ കറി, മീനും. നമുക്ക് ഇഷ്ടമുള്ള കറി കൂട്ടാൻ കേട്ടോ. മീനോ ഇറച്ചിയോ പച്ചക്കറിയോ സാമ്പാറോ കറി ഇല്ലേലും കഴിക്കാം. പിന്നെ ഇറച്ചി, മീൻ, പച്ചക്കറി, സാമ്പാർ, നമുക്ക് ഇഷ്ടമുള്ള കറികളൊക്കെ കൂട്ടാൻ കേട്ടോ. ഇപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. ശോശാമ്മ കിച്ചൺ. ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. ബീട്രൂട്ടും കൊണ്ട് പുട്ട് പുഴുങ്ങിയത്.